കറുപ്പമുളക്കിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മളൊരു ചാനൽ ഇൻ്റർവ്യൂ നടത്തുക. ശ്രീ CP സുഗതൻജി വളരെ കാലമായി അറിയപ്പെടുന്ന ഒരു സ്വയംസേവനാണ്. ഹിന്ദു സമൂഹത്തിനിടയ്ക്കുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനാണ്. കേരളത്തിലെ BJPയുടെ അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഒരാൾ കൂടിയാണ്. കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നതിനുള്ള തടസ്സങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ചെറുതായിട്ട് നമുക്ക് അദ്ദേഹമായിട്ട് നമുക്ക് ചോദിക്കാം. കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ BJPയുമായിട്ടുള്ള ആ ഒരു ഡയലോഗിന് ഒരു കാരണമായിട്ടുണ്ടായിരുന്നത് ശ്രീ ജോസഫ് മാഷിൻ്റെ കൈവെട്ടാണ്. അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിന് മുമ്പും അതിന് ശേഷം എന്നുള്ള രീതിയിൽ പൊളിറ്റിക്സ് രണ്ടായിട്ട് തിരികെയാണ്. കാര്യം ആ സമയം വരെ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും കേരള കോൺഗ്രസ്സുകളും ക്രിസ്ത്യൻ സമുദായവും കണ്ണടച്ച് കൈയയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ ഒരു ഇത് മുസ്ലിം നിങ്ങളുടെ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇസ്ലാം തീവ്രവാദത്തിലോട്ട് കടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന. അതുവരെ ആ ഒരു തീവ്രവാദം ഹിന്ദുക്കൾക്കെതിരെ മാത്രമായിരുന്നു. എന്നാൽ അത് ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയും ലോക നിലവാരത്തിൽ ഒരു തീവ്രവാദ ആക്രമണം വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കായിരുന്നു കുറച്ചെങ്കിലും ക്രിസ്ത്യാനികൾ മുസ്ലിം ലീഗിനെ എതിർത്ത് മുസ്ലിം സമുദായം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർത്ത് സംസാരിക്കാൻ തയ്യാറായത്. അതിനുശേഷമാണ് അവർക്ക് BJPയുടെ കൂടെ കൂടണമെന്നുള്ള ഒരു ധാരണ വന്നു തുടങ്ങിയത്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത 3 ആൾക്കാർ ശ്രീ AK ആന്റണിയും ലോക്നാഥ് ബെഹ്റയും TP സെൻകുമാറും ഒക്കെ കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലവ് ജിഹാദിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായം തന്നെയായിരുന്നു. അത് രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ അതുവരെ പലരും തയ്യാറല്ലായിരുന്നു. ശ്രീ അച്യുതാനന്ദനും പല പ്രാവശ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ക്രിയകളെ പറ്റിയിട്ട് പറഞ്ഞു. അച്യുതാനന്ദൻ്റെ ഒരു തവണത്തെ തോൽവിക്ക് തന്നെ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നു എന്നുള്ള ഒരു ചരിത്രത്തിലൊരു എഴുത്തുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻ സമുദായങ്ങളെ കൂടുതൽ NDA ആയിട്ട് അടുപ്പിക്കാൻ ഹിന്ദു പാർലമെന്റിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? അല്ല, ഇതിൻ്റെ അകത്തിലെ അങ്ങ് പറഞ്ഞതിൻ്റെ അകത്തിലെ പിന്നെ ഒരു ഏകദേശം നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു ഇതാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിന് മുമ്പുള്ള ഒരു ക്രിസ്തീയ സമൂഹവും അതിനുശേഷമുള്ള സമൂഹം. പക്ഷെ ക്രിസ്തീയ സമൂഹം യഥാർത്ഥത്തിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടോട് കൂടിയിട്ട് ഒരു പ്രകമ്പനം അതിനുള്ളിലുണ്ടായി. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ എല്ലാം അവര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ തന്നെയായിരുന്നു ക്രിസ്ത്യൻ വിഭാഗം. പുറത്താക്കി. അപ്പൊ ചില വ്യക്തികള് അതിൻ്റെ അകത്തിലെ അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും സഭ എൻറ്റയർലി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ. പിന്നെ വേറൊരു ഇതിൻ്റെ അകത്തിലെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു BJP അല്ലെങ്കിൽ ദേശീയ ശക്തികളോട് ഒരു ആഭിമുഖ്യം വരാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ജോസഫ് മാഷിന്റെ കൈവെട്ട് മാത്രമല്ല, ഈ പിണറായി വിജയന്റെ സർക്കാരുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് ഈവിൾ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഏറ്റവും കൂടുതൽ ആരാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നടക്കുന്നത് എന്നുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ ഏകദേശം പിന്നെ ഏറ്റവും നല്ല ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകര് എന്നുള്ള ഒരു വലിയ രീതിയിലേക്ക് ഈ പിണറായി സർക്കാർ, 1ാം സർക്കാരും 2ാം സർക്കാരും ഒക്കെ വരുന്നു. അതിനു മുമ്പ് വേറൊരു വിഷയം കൂടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് കേരള കോൺഗ്രസിന്റെ തകർച്ച. അപ്പോൾ കേരള കോൺഗ്രസിന്റെ തകർച്ചയോടുകൂടി അല്ലെങ്കിൽ മാണി സാറിന്റെ മരണത്തോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു നാഥനില്ലാതെ വന്നു. അതൊരു വലിയ ഫാക്റ്റാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള ക്രിസ്ത്യാനികളായാലും ബെന്തിക്കോസ് ആയാലും കത്തോലിക്കരായാലും ഓർത്തഡോക്സ് ആയാലും അവർക്കൊരു നാഥനുണ്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും അവർക്ക് എന്ന് മാണി സാറിനോട് പറയാമായിരുന്നു. മാണി സാറിൻ്റെ മരണത്തിന് ശേഷം ഈ കേരള കോൺഗ്രസ് വളരെ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളായിട്ട് പോവുകയും ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിലെ ശക്തി ഉണ്ടായിരുന്ന മാണി ഗ്രൂപ്പുകാർ, അതായത് മകന്റെ നേതൃത്വത്തിൽ CPM-ലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാകും. വടക്കേ ഇന്ത്യയിലെ മോദി അരക്കെട്ട് അധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ക്രിസ്തീയ സമൂഹം എപ്പോഴും എന്താണെന്നറിയോ, ഒരു ആശ്രിതരെ തേടി നടക്കുന്ന വരുന്നുണ്ട്. അധികാരത്തോട് ഒത്തു നിൽക്കാനാണ് അവർക്ക് എപ്പോഴും ഒരു താല്പര്യം. അതൊരു ട്രെൻഡാണ് അവരുടെ. പിന്നെ പൊതുവെ അവരൊരു ദേശീയവാദികളാണ്. അവർ ഈ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തോട് ഒത്തു നിൽക്കാൻ താല്പര്യമുള്ള
ഒരിക്കലും ഒരു ദേശവിരുദ്ധ ചിന്താഗതിയൊന്നും അവർക്കില്ല. അവരൊക്കെ അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടെങ്കിലും ദേശത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ക്രിസ്ത്യൻ സമൂഹം ഒരിക്കലും ചെയ്തിട്ടില്ല. തന്നെയല്ല, ഈ നാടിന്റെ സംസ്കാരത്തോട് ഒത്തു നിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് BJPയോട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വ്യഗ്രത വന്നതോടുകൂടി അവർക്ക് എളുപ്പമാണ്. മുസ്ലിം സമുദായത്തിന് പെട്ടെന്ന് BJPയിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ജോസഫ് മാഷിന്റെ വെട്ടിയത് ഒരു ടേണിംഗ് പോയിന്റാണ്. പക്ഷെ ഒപ്പം തന്നെ ക്രിസ്തീയ സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ ബേസ് ഇല്ലാതായത്, അല്ലെങ്കിൽ കേരള കോൺഗ്രസുകളുടെ വിഘടനം വന്നതിട്ട് അവർക്കൊരു നേതൃനിര ഇല്ലാതെ പോയത്, ശോഷിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വർഷം 50,000 കോടി രൂപയ്ക്കടുത്താണ് ഈ ക്രിസ്തീയ സഭകൾക്ക് എല്ലാം കൂടെ കിട്ടിക്കൊണ്ടിരുന്നത് വിദേശ സഹായം. അപ്പോൾ മോദിയുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അത് സ്ട്രിക്റ്റ് ആക്കി. അതായത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് റെഗുലറൈസ് ചെയ്തു. അത് ക്രിസ്തീയ സമുദായത്തെ ഉദ്ദേശിച്ചിട്ട് അവർക്ക് പൈസ കിട്ടരുതെന്ന് വിചാരിച്ച് മോദിജി ചെയ്തതല്ല, നിയമമാക്കി മാറ്റി. ഹിന്ദു സംഘടനകൾക്ക് കിട്ടുന്നതിലും കുറവ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. നിയമം പോലെ നടക്കട്ടെ എന്ന് മോദിജി വിചാരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലൊരു വലിയ വിഭാഗത്തിന് ഈ സാമ്പത്തിക സഹായം വിദേശത്തു നിന്ന് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴേ മോദിജി അധികാരം അരക്കിട്ട് ഉറപ്പിക്കുകയും ഇനി അടുത്ത ഒരു 10-20 വർഷത്തേക്ക് ഈ BJP അല്ലാതെ വേറൊരാളും ഭരിക്കാനില്ല എന്നുള്ള ഒരു അവസ്ഥയില് ക്രിസ്തീയ സമൂഹത്തിന് എന്നാൽ ഇനിയും BJPയോട് നിൽക്കുന്നതാണ് ഗുണകരം എന്നൊരു തോന്നലും ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രാഗ്മാറ്റിസം എന്ന് പറയും, പ്രായോഗിക പ്രയോജനവാദം. അതിന്റെ എപ്പോഴും ക്രിസ്തീയ സഭകൾ മുന്നിലാണ്, പ്രാഗ്മാറ്റിസ്റ്റുകളാണ് അവര്. അത് മനുഷ്യ സ്വഭാവമാണല്ലോ പ്രാഗ്മാറ്റിസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് പ്രാഗ്മാറ്റിസ്റ്റുകളാണ്, പ്രായോഗിക ഇതിൽ നിൽക്കുന്നത് കൊണ്ട് അവരത് അങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ കൂടെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു സോഷ്യൽ ചേഞ്ചസ് വന്നു നിൽക്കുന്നത് മോദിയുടെ ഭരണത്തിന്റെ ഈ ലെവലിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സമൂഹം വലിയൊരു മാറ്റത്തിന്റെ പാതയിൽ വന്നു, പൊളിറ്റിക്സിന്റെ. അതുകൂടാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലോക ഭീഷണി. ക്രിസ്ത്യാനികൾ എപ്പോഴും ലോകത്തിൽ മൊത്തം ചിന്തിക്കുന്ന ആൾക്കാരാണ്, അവർ ഇട്ടാവട്ടത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരല്ല. അവർ ലോകത്തിന്റെ ഗതി മുഴുവൻ നോക്കുമ്പോൾ ക്രിസ്തീയ സമൂഹത്തിന് എല്ലായിടത്തും ഭീഷണിയായി വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് നൈജീരിയയിലായാലും, അത് ലെബനോനിലായാലും, അത് എവിടെയായാലും, ലണ്ടനിലായാലും എല്ലായിടത്തും ക്രിസ്തീയ സമൂഹത്തെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാണ് ഈ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പൊ നൈജീരിയയിലൊക്കെ ഡെയിലി 50-60 ക്രിസ്ത്യാനികളെയാണ് കൊല്ലുന്നത്. ഇവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു നണ്ണിനെ പിടിച്ചകത്തിട്ടപ്പോൾ എന്തെല്ലാം ബഹളം ഉണ്ടാക്കി അതേ ക്രിസ്ത്യാനികൾ തന്നെ നൈജീരിയയിൽ ഡെയിലി 50 പേര് കൊല്ലപ്പെടുന്നതിനെ പറ്റി അവർ ബോധമില്ല. അവർ ഒരു ദിവസം തന്നെ ഏകദേശം 843 പെൺകുട്ടികളെ അവര് കസ്റ്റഡിയിൽ വെച്ചു. അതെ. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ആഗോളതലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഹിന്ദു പാർലമെന്റിന്റെ ജനറൽ സെക്രട്ടറി എപ്പോഴും ആഗോളതലത്തിൽ തന്നെ ചിന്തിച്ച് ലോകത്തിൽ എന്താണ് നടക്കുന്നത്, അതിനെപ്പറ്റി അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്, കേരളത്തിൽ എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ സൈദ്ധാന്തിക വിഭാഗം. അപ്പൊ അതിന്റെ ഹെഡ് ഞാൻ തന്നെയാണ്. ഈ സൈദ്ധാന്തിക വിഭാഗത്തില് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തില് ക്രിസ്തീയ വിഭാഗങ്ങള് മുസ്ലിം ഭീകരവാദികളിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ അവർക്ക് ബോധമില്ല. അവരിൽ നല്ലൊരു വിഭാഗം ഇപ്പോഴും ഹമാസിന്റെ കൂടെ നിൽക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു വിഭാഗം കേരളത്തില് ദേശീയ ശക്തികൾക്കൊപ്പം നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നിൽക്കുന്നതിനെ നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിലേക്ക് സ്വാഗതം ചെയ്ത് ദേശീയ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന നല്ല മനുഷ്യരെ നമ്മൾ സർവാത്മാ സ്വാഗതം ചെയ്തുകൊണ്ട്, അത് കണക്ക് അനൂപ് ആന്റണി ആയാലും, നമുക്ക് ഷോൺ ജോർജിനെ ആയാലും, നമ്മുടെ PC ജോർജ് സാറിനെ ആയാലും, നമ്മുടെ കൂടെ വരാൻ തയ്യാറായിരിക്കുന്ന ക്രിസ്തീയ വിഭാഗത്തെ ആയാലും അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരിലുള്ള ദേശീയതയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾക്കൊപ്പം നിർത്തിക്കഴിഞ്ഞാൽ മണിപ്പൂർ വിഷയമല്ല ഏത് വിഷയം വന്നു കഴിഞ്ഞാലും അവർ പിന്മാറത്തില്ല. പക്ഷെങ്കിൽ നമ്മൾക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീണനം, നമ്മളും പ്രീണനം പഠിച്ചുപോയി. അവരെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിക്കുക. ആ പ്രീണനത്തിന്റെ ഫലമാണ് ഇപ്പൊ നമ്മള് ഇടപെട്ടത്. ഇപ്പൊ അവരെ BJPയുടെ ഒരു നിലയെന്ന് പറയുമ്പോ ഇപ്പൊ സുരേഷും ചന്ദ്രശേഖർജിയും ഒക്കെ പറയുന്ന ഞാൻ കേട്ടായിരുന്നു. അവരോട് ഒരു സഹായം ചോദിച്ചു, അവര് സഹായം ചെയ്തു കൊടുത്തു. പക്ഷെ അവർക്ക് സഹായം ചെയ്തു കൊടുത്തത് നമ്മുടെ ബജ്റാംഗ് ദളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാകരുത്. നമ്മുടെ മധ്യപ്രദേശ് ഗവൺമെന്റിനെ കേരളത്തിൽ നിന്ന് BJPക്ക് സപ്പോർട്ട് കിട്ടിയത് കൊണ്ടല്ല കേന്ദ്രം ഭരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള BJPയെ കൂടെ ബാഡ് ലൈറ്റിൽ ഇട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ നമ്മുടെ BJPയുടെ കേരള നേതൃത്വം പ്രവർത്തിച്ചില്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമുക്ക് പറ്റിയ കുഴപ്പം പറ്റുന്നത്. ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളെ കൺസിഡർ ചെയ്യാതിരിക്കുകയും വടക്കേ ഇന്ത്യയിൽ കൃത്യമായ ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്കനുസരിച്ച്
ഒരു രാഷ്ട്രീയം കരിപ്പിടിപ്പിക്കുന്നിടത്തേക്ക് കേരളത്തിലെ ഒരു മുസ്ലിം അല്ല ക്രിസ്ത്യൻ പ്രീണന രാഷ്ട്രീയം അവിടെ കൊണ്ടുവന്നിട്ട് അത് വിളമ്പാൻ ഇവർ ശ്രമിച്ചു. അപ്പോൾ ആൾക്കാരിപ്പോ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഈ കന്യാസ്ത്രീ വിഷയത്തില് BJPയും UDFും LDFും ഒരേ ലൈനിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരോട് ഒപ്പം ഓടിയെത്താൻ BJP കൂടെ ശ്രമിച്ചു എന്നുള്ളത്. അവരും മതേതരന്മാരാവാൻ പോകുന്നു. ഇനി ഹിന്ദു താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കില്ല. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില മാധ്യമങ്ങൾ വരുന്നുണ്ട്. അതായത് അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്. അടിസ്ഥാന ജനവിഭാഗങ്ങളായ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളെയും ഹിന്ദു വിഭാഗ സെഗ്മെന്റുകളെയും നമ്മൾ കൂടെ നിർത്തേണ്ടതിന് പകരം, ഒപ്പം ദേശീയ ക്രിസ്ത്യാനികളെയും കൂടെ നിർത്തേണ്ടതിന് പകരം നമ്മൾ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഈ കന്യാസ്ത്രീ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന ഒരു അത് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഐക്യവേദി പോലുള്ള പ്രസ്ഥാനങ്ങൾ കൃത്യമായ ഒരു നിലപാടെടുത്തു. ഈ വിഷയത്തിൽ ശശികല ടീച്ചറും അതുപോലെ RV ബാബു എടുത്തിട്ടുള്ള നിലപാട് വളരെ കൃത്യമാണ്. അതാണ് സംഘത്തിന്റെ നിലപാട്. സംഘത്തിന്റെ സ്വയംസേവകരെ ചൊറിയുന്ന രീതിയിലുള്ള പ്രവർത്തനം BJP കാഴ്ചവെക്കരുതെന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജാർഖണ്ഡ് ആയാലും നോർത്ത് ഈസ്റ്റ് ആയാലും അവിടെ സഭകൾ വർഷങ്ങളായിട്ട് വളരെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മതപരിവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലുള്ള മതപരിവർത്തനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും നോർത്ത് ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുമ്പോഴത്തേക്ക് അവരുടെ ടൈറ്റില് അവർ നിലനിർത്തും. ഇപ്പം അബ്രഹാം എന്ന ഒരു പേര് അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ KA തോമർ എന്ന പേര് തന്നെ ആയിരിക്കും അവർ അറിയപ്പെടുന്നത്. അപ്പൊ അവരുടെ സമുദായത്തിൽ നിന്നും അവരുടെ സംഘടനയിൽ നിന്നും അവർ പുറത്താവുന്നില്ല. പക്ഷെ ഇവര് ഹിന്ദുക്കളല്ല എന്ന് അവരുടെ ബന്ധുക്കളായ ഹിന്ദുക്കൾ പോലും അറിയാത്ത ഒരു രീതിയിലാണ് അവരുടെ കൺവർഷൻ നടക്കുന്നത്. ഞാൻ ആസാമിൽ ഉണ്ടായിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് KA ബെറുവ എന്ന് പറയും. അപ്പം ബെറുവ എന്ന് പറയുന്നത് സാധാരണ ഇവിടെ കേരളത്തിൽ നായർ എന്ന പോലത്തെ അവിടുത്തെ ഒരു ടൈറ്റിലാണ്. ഈ KA ബെറുവ, KA അബ്ദുൽ ഖാദർ ബെറുവയാണ് AK ബെറുവ എന്നറിയപ്പെടുന്നത്. പക്ഷെ അവരുടെ ആദ്യത്തെ പേര് അതേ ഇനിഷ്യലുകൾ നിലനിർത്തി അതേ ടൈറ്റില് മുന്നോട്ടാക്കി കൊണ്ടുപോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ഇവർക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, വസായി, നവി മുംബൈ ഏരിയയിലൊക്കെ. അതേസമയം നോർത്ത് ഈസ്റ്റില് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ജാതി സെൻസസിനെ പറ്റിയിട്ട് നമ്മൾ ഭാരതത്തിൽ എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്. പക്ഷെ മത സെൻസസിനെ പറ്റിയിട്ട് ആരും സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മതത്തിൽ, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾ വേറൊരു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മതം മാറിയോ എന്നുള്ള കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അയാളെ നിലവിലുള്ള ജാതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. കാര്യം ആ ടൈറ്റിൽ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് ആ ജാതി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. മത സെൻസസ് പോലെ ജാതി സെൻസസും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ എന്തുമാത്രം കൺവർഷൻ ഏതൊക്കെ സ്റ്റേറ്റിൽ നടന്നു എന്ന് നമുക്കറിയാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. ഇതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്നില്ല. അപ്പൊ മത സെൻസസിനെ പറ്റിയിട്ട് അങ്ങയുടെ അഭിപ്രായം, ഹിന്ദു പാർലമെന്റ് അഭിപ്രായം കൂടെ? അല്ല, ഇതിൻ്റെ അതിലെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ കൺവേർഷൻ നടക്കുന്നതിലൂട്ടല്ല. കേരളത്തിൽ ആൾമോസ്റ്റ് ബെന്തിക്കോസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഒഴിച്ചിട്ട് അവരും കുറെ നോട്ടീസുകൾ ഇറക്കി ഹിന്ദുക്കളുടെ. അവരൊരു വലിയൊരു കേരളത്തിൽ ഏകദേശം ഈ ബെന്തിക്കോസ് വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരും കൺവേർഷൻ ഏകദേശം അവസാനിപ്പിച്ച മട്ടാണ്. ഇപ്പൊ ഈ ഓർത്തഡോക്സ് സഭ പോലുള്ള സഭകള് അവർ 100 വർഷമായി ഒരാളെ പോലും ഒരു മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അവർ പിന്നെ ഏറെയും കുറഞ്ഞ ഹിന്ദു കൾച്ചർ തന്നെയാണ് അവരെല്ലാം ഇതാവുന്നത്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല. വടക്കേ ഇന്ത്യയിൽ അതികഠിനമായിട്ടുള്ള ദാരിദ്ര്യങ്ങളുണ്ട് പലയിടത്തും. ഈ ദാരിദ്ര്യ മേഖലയിൽ ചെന്നിട്ട് ആദിവാസികളുടെ ഇടയിലും അതുപോലെ തന്നെ ഈ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളുടെ ട്രൈബൽ ബെൽറ്റിൽ അതുകൊണ്ട് വിശക്കുന്നവന് ആഹാരം കൊടുത്തിട്ട് അവനെ മാറ്റിമറിക്കുന്ന തന്ത്രമാണ് ഇപ്പോഴും ഉള്ളത്. അത് ഭരണഘടനയ്ക്കുള്ള അവകാശമല്ലത്. ഇവര് ക്രിസ്ത്യൻ വിഭാഗം പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ പ്രോഫസ് എന്നുള്ള വാക്കേ ഉള്ളൂ. പ്രോഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കുക എന്നുള്ളത്. അതെ, അതായത് സുവിശേഷം എന്നൊരു വാക്കില്ല. സുവിശേഷൻ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ സമ്മതിക്കുന്നു. സുവിശേഷം അവർ പറയട്ടെ. പക്ഷേ മെറ്റീരിയൽ പ്രലോഭനങ്ങളിൽ കൂടെ അവരെ മതം മാറ്റുന്നു എന്നുള്ള യാഥാർത്ഥ്യം വടക്കേ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ കോൺഗ്രസ് ഗവൺമെന്റുകളാണ് ഇത് മതപരിവർത്തന നിയമം കൊണ്ടുവന്നത്. 1968 ഏത് BJP ആണ് കൊണ്ടുവന്നത്? അപ്പോൾ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായ മതപരിവർത്തനത്തിനെതിരെ കോൺഗ്രസ് ആണ് ഫ്രണ്ട് ലൈനിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ, കോൺഗ്രസ് ആയാലും BJP ആയാലും അവിടുത്തെ ഹിന്ദുക്കളാണത്.
അപ്പോൾ മതപരിവർത്തനം ഒരു വലിയ ഡയറക്റ്റി ബിസിനസ് ആയിട്ട് വടക്കേ ഇന്ത്യയിൽ കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫെയ്ത്ത് ട്രാപ്പാണത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് മലയാളികളാണ്. മലയാളികൾക്ക് തൊഴിലില്ലാത്തതുകൊണ്ട് ക്രിസ്തീയ യുവാക്കളും ക്രിസ്തീയ യുവതികളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കടന്നുകൂടി അവര് 100% ഈ കൺവേർഷൻ നടത്തുന്നതെല്ലാം മലയാളികളാണ്. അതുകൊണ്ടാണ് ഈ എപ്പോഴും മലയാളികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾ അവിടെ ഒരു അച്ഛനോ ഒരു കന്യാസ്ത്രീയോ തെറ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിരോധാഭാസമാണ്. ആ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇവിടാണ് ആൾക്കാരൂടെ ഇളകിയിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിന്റെ വിവിധ സെഗ്മെന്റുകളുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഈ ഓർത്തഡോക്സുകാര് ബന്ദിക്കോസുകാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തെന്നാണ് എന്റെ അഭിപ്രായം. ഒരിക്കല് ഈ വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ട് അവർക്ക് മതപ്രചാരണം നടത്താം. ഭരണഘടന എന്ത് പറയുന്നു അത് ചെയ്യുന്നതിന് നമുക്ക് വിരോധമില്ല. സുവിശേഷം അവർക്ക് പ്രസംഗിക്കാം. നമ്മുടെ ഇവിടെ തന്നെ എത്രയോ പേര് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾ ആരും ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അതല്ല, ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് അരി കൊടുത്തിട്ട് 4-5 ദിവസം അരി കൊടുത്തിട്ട് അവരോട് പറയും നിങ്ങൾ ഈ പേരൊന്ന് സ്വീകരിച്ചാൽ മതി, നിരന്തരം അരി തരാമെന്ന് പറയും. അപ്പൊ അങ്ങനെ മെറ്റീരിയൽ ഓഫറിങ്സിൽ കൂടെ മതം മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള അവിടെ വളരെ ബോധവൽക്കരിക്കപ്പെട്ട ഒരു ഹിന്ദു സമൂഹമാണ്. അതായത് സംഘപരിവാറിന്റെ പ്രസ്ഥാനങ്ങൾ കേരളത്തിലേക്കാട്ടിൽ അവിടെ വളരെ വേരൂന്നിയ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അവർ എതിർക്കും. അപ്പൊ ബജറാംഗ് ദൾ എന്ന് പറയുന്നത് കേരളത്തിലേ ഉള്ളൂ വർഗീയത. വടക്കേ ഇന്ത്യയിൽ അത് ഹിന്ദു വിഭാഗത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു ഏറ്റവും അടിസ്ഥാന ഘടകമാണത്. ബജറാംഗ് ദൾ ഇവിടെ കേൾക്കുന്നുണ്ട് എന്തോ വർഗീയതയാണെന്ന് വിചാരിക്കും. അങ്ങനെ ബജറാംഗ് ദളിനെ വർഗീയതയിലെ ഒരു പശ്ചാത്തലത്തിൽ ഇടാൻ കേരള BJP തയ്യാറാവരുതെന്നാണ് നമ്മളും പറഞ്ഞത്.